സ്തനങ്ങളുടെ വലിപ്പ വ്യത്യാസം ആശങ്ക വേണോ? ചില സ്ത്രീകളിൽ സ്തനങ്ങളിൽ വലിപ്പ വ്യത്യാസം ഉണ്ടായേക്കാം. ഇത് നിങ്ങളിൽ ബ്രസ്റ്റ് ക്യാൻസർ ആണോ എന്ന ആശങ്ക ജനിപ്പിച്ചേക്കാം. ഈ വലിപ്പ വ്യത്യാസം പേടിക്കേണ്ടതുണ്ടോ? കൂടുതൽ അറിയാം, വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട്. സ്തനങ്ങളുടെ വലിപ്പവും ആകൃതിയും പൊതുവെ ഓരോ സ്ത്രീയിലും വ്യത്യാസപ്പെട്ടിരിക്കും. ജനിതക ഘടകങ്ങൾ, കൊഴുപ്പ്, കണക്റ്റീവ് കോശങ്ങൾ, ഹോർമോണുകൾ എന്നിവയുടെ എല്ലാം പ്രവർത്തനം ഇതിന് പിന്നിലുണ്ട്. ഒരു സ്ത്രീയിൽ തന്നെ സ്തനങ്ങളിൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ അല്പം ചെറുതായിരിക്കും. അത് സാധാരണമാണ്. എന്നാൽ സ്ത്രീകൾക്കിടയിൽ കൂടുതലായി കാണപ്പെടുന്ന ക്യാൻസറാണ് സ്തനാർബുദം. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ആർത്തവ വിരാമം സംഭവിച്ചവർക്കും മാത്രമേ സ്തനാർബുദം എന്ന ധാരണ പൂർണ്ണമായും തെറ്റാണ്. ഈ രോഗം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് 35-നും 55-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെയാണ് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഈ അർബുദത്തിനുണ്ടാകുന്ന ഒരു പ്രധാന ലക്ഷണമാണ് സ്തനങ്ങളിൽ ഉണ്ടാകുന്ന മുഴകൾ. വേദനയുള്ളതോ അല്ലാത്തതോ ആയ വിവിധ വലുപ്പത്തിലുള്ള മുഴകൾ, സ്തനത്തിലെ കല്ലിപ്പ്, സ്തനാകൃതിയിൽ വരുന്ന മാറ്റം, ആർത്തവത്തോടനുബന്ധിച്ചല്ലാതെ സ്തനങ്ങൾക്കുണ്ടാകുന്ന വേദന, സ്തനങ്ങളുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന നിറവ്യത്യാസം, വ്രണങ്ങൾ, കുത്തുകൾ പോലുള്ള പാടുകൾ, മുലഞ്ഞെട്ട് അല്ലെങ്കിൽ മുലക്കണ്ണ് അകത്തേക്ക് വലിഞ്ഞു പോകുന്ന അവസ്ഥ, രക്തമയമുള്ളതോ അല്ലാത്തതോ ആയ സ്രവങ്ങൾ സ്തനങ്ങളിൽ നിന്ന് വരിക, കക്ഷത്തിലും കഴുത്തിലും ഉണ്ടാകുന്ന മുഴകൾ, വീക്കം എന്നിവ സ്തനാർബുദത്തിന്റെ പ്രധാന ലക്ഷണങ്ങളാണ്. സ്തനങ്ങളിൽ കാണപ്പെടുന്ന എല്ലാ മുഴകളും സ്തനാർബുദത്തിന്റെ ലക്ഷണമായി കാണാൻ കഴിയില്ല. 20 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരിൽ ഉണ്ടാകുന്ന മുഴകൾ പലരെയും ഭീതിയിലാഴ്ത്താറുണ്ട്. ഇത്തരം തെന്നിമാറുന്ന മുഴകൾ സ്തനാർബുദത്തിന്റെ ലക്ഷണമല്ല. ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വേദനയോടുകൂടിയ കല്ലിപ്പ്, കാലങ്ങളായുള്ള വലിപ്പ വ്യത്യാസം ഉണ്ടാകാത്ത മുഴകൾ, പ്രസവിച്ച സ്ത്രീകളിൽ മുലപ്പാൽ കെട്ടി നിന്നുണ്ടാകുന്ന മുഴകൾ എന്നിവയൊക്കെ സ്തനാർബുദം ആകാനുള്ള സാധ്യത കുറവാണ്. ഏതാണ്ട് 70% സ്തനാർബുദവും ഉണ്ടാകുന്നത് ആർത്തവ വിരാമത്തിന് ശേഷമാണ്. ബാക്കി പ്രായക്കാരിൽ ഉണ്ടാകാനുള്ള സാധ്യത 30%. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്തനാർബുദം ഉണ്ടാകാനുള്ള കാരണങ്ങൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ശരീരത്തിൽ സംഭവിച്ചു തുടങ്ങുന്നു എന്നതാണ്. പെൺകുട്ടികൾ ഋതുമതിയാകുന്നതിനും ആദ്യ ഗർഭത്തിനും ഇടയിലുള്ള കാലം സ്തന വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് വ്യായാമം, ആരോഗ്യകരമായ ഭക്ഷണരീതി, പുകവലി, മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങൾ ഒഴിവാക്കൽ എന്നീ കാര്യങ്ങൾ കൗമാരപ്രായത്തിൽ തന്നെ ശീലിച്ചാൽ സ്തനാർബുദ സാധ്യത ഒരു പരിധിവരെ ഒഴിവാക്കാം. സ്വയം പരിശോധനയിൽ ഇത്തരത്തിൽ മുഴകൾ കണ്ടെത്തിയാൽ ഉടൻ തന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാകുക. ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട്. കൂടുതൽ വീഡിയോകൾ കാണുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക. എത്നിക് ഹെൽത്ത് കോട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. എത്നിക് ഹെൽത്ത് കോട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.